ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബ്രോക്കലി കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഹാഫ് ബ്രോക്കലിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ബ്രോക്കലി നല്ല സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിതെല്ലാം ഡ്രെയിൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഉരുളൻകിഴങ്ങാണ്. ഞാനിവിടെ 2 ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചത്. ഇനി ഇതും നമുക്ക് ഡ്രെയിൻ ചെയ്തിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അതിനായിട്ട് ഞാൻ 2 ബ്രെഡ് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഒരു മുട്ടയാണ് വേണ്ടത്. അതിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം 1/2 സ്പൂൺ പെരിഞ്ജീരകവും ഒരു മീഡിയം സൈസ് സവാളയും ചേർക്കുക. അതിലേക്ക് 2 പച്ചമുളകും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് 1/4 സ്പൂണോളം ഗരം മസാല ചേർത്തതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രോക്കലിയും ഉരുളൻകിഴങ്ങും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്കിത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലേക്കാണ് ആക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇതെല്ലാം മൈദാമാവിലോ അല്ലെങ്കിൽ അരിപ്പൊടിയിലോ കോട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മളിതെല്ലാം മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായി കോട്ട് ചെയ്തെടുക്കണം. നെക്സ്റ്റ് ഇതെല്ലാം നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രോക്കലി കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്.
അടി 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 അടിപൊളി അടിപൊളി സൂപ്പർ 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 അടിപൊളി അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.